എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റോമൻ ഇൻവേഷനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തു. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് അഗ്രിഗോള എന്ന് പറയുന്ന ഗവർണറുടെ ഒരു കടന്നുവരവും അദ്ദേഹം നടപ്പിലാക്കിയ പോളിസികളുടെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിൽ വന്ന മാറ്റങ്ങളുമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനായിട്ട് ബാക്കി നിൽക്കുന്നു. ഒപ്പം തന്നെ റോമൻ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ പ്രതിഫലനം, റോമൻസിൻ്റെ ഭരണം കൊണ്ട് ഇംഗ്ലണ്ടിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ മറ്റൊരു വിഭാഗം ചർച്ച ചെയ്യുന്നത്. ഒപ്പം തന്നെ റോമൻ കൺസ്ട്രക്ഷൻസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അടുത്ത ക്ലാസ്സിലേക്ക് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓൺ ലാംഗ്വേജ് ആൻഡ് റൈറ്റിംഗ് എന്നുള്ളതും റോമൻ ടൗൺസ് ആൻഡ് സിറ്റീസ്, അഡ്വെൻറ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി, ഗ്രിഗോറിയൻ മിഷൻ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളുമാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അടുത്ത 2 ക്ലാസ്സോട് കൂടിയിട്ടാണ് റോമൻ ഇൻവേഷൻ പൂർണ്ണമായിട്ടും അവസാനിക്കുന്നതും പുതിയൊരു വിഭാഗമായിട്ട് ആംഗ്ലോ സാക്സൻസ് ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അഗ്രിഗോളയുടെ റീഫോമിൽ നിന്ന് തന്നെ നമ്മൾ ആരംഭിക്കുന്നു. അഗ്രിഗോളാസ് റീഫോം. Agricola became the governor Britain in 77. He was one of the Britain's most successful and competent governors. Agricola gave prime importance to complete the invasion. He conducted an expedition to Wales and at last brought the whole Wales അണ്ടർ റോമൻ കൺട്രോൾ. അപ്പോൾ ഇംഗ്ലണ്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഗവർണറായിട്ട് ഭരണം നടത്തിയ വ്യക്തിയാണ് അഗ്രിഗോള. അഗ്രിഗോളയെ സംബന്ധിച്ചിടത്തോളം അവർ പിടിച്ചെടുത്ത ഭാഗം പൂർണ്ണമായിട്ടും അധീനതയിൽ നിർത്തുകയും ഒപ്പം തന്നെ ഇംഗ്ലണ്ടിനെ പൂർണ്ണമായിട്ടും റോമിൻ്റെ അധീനതയിൽ വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ആര് പ്രവർത്തിച്ചിരുന്നത്? അഗ്രിഗോളയുടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം വെയിൽസിനെ ആക്രമിക്കാനും അതിനെ റോമൻ കൺട്രോളിന് കീഴിൽ കൊണ്ടുവന്ന് UK പൂർണ്ണമായിട്ടും ഇവരുടെ ഭരണത്തിന് കീഴിൽ നിലനിർത്താനായിട്ട് ശ്രമിച്ചു. Then he conquered Angles and Brigantes in northern England. He established many new forts to keep the conquered region സേഫ് ആൻഡ് സെക്യൂർഡ്. അപ്പോൾ അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യമാണ് ആദ്യം ആംഗ്ലേസെ പിടിച്ചെടുത്തു, അതിനുശേഷം ബ്രിഗാൻറ്റസ് പിടിച്ചെടുത്തു. ഇത് രണ്ടും പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് അതിന് സംരക്ഷണമായിട്ട് ഒരു കോട്ട നിർമ്മിക്കുകയാണ് ആദ്യം ചെയ്തത്. ആ കോട്ടയുടെ ഉദ്ദേശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അധീനതയിൽ വരുത്തിയ ഭാഗം ഇനി ഒരിക്കലും വിട്ടുകളയേണ്ട ഒരു സാഹചര്യം വരാതിരിക്കാൻ അദ്ദേഹം ഒരു സേഫ്റ്റി മെഷർ എടുത്തു എന്ന് മാത്രം. ഹി എനാക്റ്റഡ് എ സീരീസ് ഓഫ് പോളിസി ചേഞ്ചസ് ടു ഇംപ്രൂവ് ദ ഡേ ടു അഫയേഴ്സ് ഓഫ് ദി പ്രൊവിൻസ്. ഹി ലോവേർഡ് ദ പ്രൈസസ് ഓഫ് ദി ഗുഡ്സ് ആൻഡ് ചേഞ്ച്ഡ് ടാക്സ് പോളിസി. ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി കോമൺ മാൻ ഹി ബിലീവ്ഡ് ഇൻ ദി concept of Pax Romana or Roman peace, as he tried to make peace more appealing prospect than warfare. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊവിൻസിൽ ഭരണ സംവിധാനം ഡേ ടു ഡേ അഫയേഴ്സ് കൃത്യമായിട്ട് നടക്കണം എന്നുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ താല്പര്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആദ്യം ചെയ്തത് ഗുഡ്സ് ആൻഡ് ടാക്സ് പോളിസി രണ്ടും ചേഞ്ച് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? മാക്സിമം പ്രൈസ് ലോവർ ചെയ്തുകൊണ്ട് കോമൺ പീപ്പിൾസിന് മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ. അപ്പോൾ അദ്ദേഹം ഒരു നല്ല ഭരണാധികാരിയായിരുന്നു. ഒരു റോമനൈസ്ഡ് ആയിട്ടുള്ള വ്യക്തി ആയിരുന്നിട്ട് കൂടിയും ഇംഗ്ലണ്ടിലെ സാധാരണ ജനങ്ങൾക്ക്
നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ വരുമ്പോൾ അത് ഇംഗ്ലണ്ടിലാണോ റോമിലാണോ എന്നുള്ളത് ആൾക്ക് വിഷയമല്ല. എല്ലായിടത്തും നല്ല ഭരണം കാഴ്ചവെക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ടാണ് അദ്ദേഹം ഗുഡ്സിൻ്റെ വില കുറയ്ക്കാൻ വേണ്ടി ടാക്സ് പോളിസിയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായത്. He believed in the concept of Pax Romana or Roman peace, as he tried to make peace a more appealing prospect than warfare. യുദ്ധത്തിനേക്കാൾ ഉപരി ഒരു രാജ്യത്തിന്, ഒരു പ്രദേശത്തിന് വളരാൻ ആവശ്യമായിട്ടുള്ള കാര്യം അവിടെ സമാധാനം നിലനിർത്തുക എന്നുള്ളതാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആൾ പാക്സ് റൊമാന എന്ന പേരിൽ, പാക്സ് റൊമാന എന്ന് റോമൻ ഭാഷയിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിനർത്ഥം റോമൻ പീസ് എന്നാണ്. സമാധാനം ഒരു രാജ്യത്ത് നിലനിന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ആ രാജ്യത്തിന് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പീസിന് വേണ്ടിയിട്ടായിരുന്നു. ഡ്യൂറിങ് ഹിസ് റെയിൻ ബ്രിട്ടോൺസ് എൻജോയ്ഡ് പീസ് ആൻഡ് ക്വൈറ്റ് നാച്ചുറലി പീസ് ബ്രോട്ട് എഫ്ലുവൻസ്. Agricola began a program of educating the children of British leaders to integrate them into Roman Empire. അപ്പോൾ അടുത്തത് അദ്ദേഹത്തിൻ്റെ പോളിസിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്തത് പ്രധാനമായിട്ടും ബ്രിട്ടോൺസിന് സമാധാനം കൈവരിക്കാവുന്ന ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ പറ്റിയപ്പോൾ അവർ ഡെവലപ്ഡ് ആവാൻ തുടങ്ങി. ഇക്കണോമിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അവർ പതുക്കെ ആക്സസ് ചെയ്ത് വരാനായിട്ട് തുടങ്ങി. അവരുടെ ആ ആക്സസിങ് പവറാണ് ബ്രിട്ടനെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. രണ്ടാമത്തെ കാര്യം, റോമുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. അത് ഇന്ത്യൻ്റെ അടുത്ത് ബ്രിട്ടൻ ചെയ്ത അതേ പോളിസി തന്നെയാണ്. ചില പ്രധാനപ്പെട്ട വ്യക്തികളുടെ മക്കൾക്ക് റോമൻ എഡ്യൂക്കേഷൻ കൊടുക്കുക, എന്നിട്ട് അവരിലൂടെ റോമൻ റൂള് ബ്രിട്ടനിൽ സ്ഥാപിച്ചെടുക്കുക. ഇന്ത്യക്കാരിൽ ചെയ്തതും അത് തന്നെയാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് നമ്മളെ ഭരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവരുടെ ഭാഷ അവർ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ പഠിച്ച ഭാഷയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, അവർ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചും അവർ നമ്മളുടെ ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയത് അവർ നമുക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തരാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഹിസ് എഫേർട്ട് at Romanization were successful. The natives started wearing Roman garb and even speaking Latin. A number of building projects were initiated at the behest of അഗ്രിക്കോള. അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമിച്ച പദ്ധതി പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് വിജയിപ്പിക്കാൻ പറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോമൻസ് ധരിക്കുന്നത് പോലെ വസ്ത്രധാരണത്തിലും മറ്റും ഇവർ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഇവർ ലാറ്റിൻ സംസാരിക്കാൻ തുടങ്ങി. അവരുടെ തനത് ഭാഷയായിരുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് മാറി ജനറൽ പീപ്പിൾ പോലും, കോമൺ മാൻ പോലും ലാറ്റിൻ സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ തുടങ്ങി. എന്താ കാരണം? ലാറ്റിനിൽ സംസാരിച്ചാലേ നമുക്ക് ആശയവിനിമയം പൂർത്തിയാക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ഈ വന്നിട്ടുള്ള റോമൻസിന് ലാറ്റിൻ അല്ലാതെ വേറെ ഒന്നും അറിയില്ല. അപ്പോൾ അത് പഠിക്കേണ്ട ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാവുകയും പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ അത് പതുക്കെ പ്രാവർത്തികമാക്കി ജീവിതത്തിൽ ഉപയോഗിക്കാനും തുടങ്ങി. എ നമ്പർ ഓഫ് ബിൽഡിങ്സ് ഓൾറെഡി പറഞ്ഞാണ്. ദ റോമൻ സെറ്റിൽമെൻറ്റ്സ് ആൻഡ് ടൗൺസ് ഗെയിൻ ഫീച്ചർ ഓഫ് സിവിലൈസ്ഡ് ലൈഫ്. ബാത്ത്സ് പ്രൂവ്ഡ് to be particularly popular among the native population. In this way, Agricola started the process of the Romanization of the Britons. ഇങ്ങനെ ബിൽഡിങ്സ്, ടൗൺസ്, അതുപോലെ തന്നെ ഒരു സിവിലൈസ്ഡ് ലൈഫ്, നാഗരികത എന്ന് നമ്മൾ പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് പതുക്കെ ലാറ്റിനൈസ് ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിലെ ജനങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ട് ഇവരുടെ ശ്രമം നടന്നു. ആ ശ്രമത്തിൽ അദ്ദേഹം വിജയിച്ചു എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് പതുക്കെ ഇതൊരു റോമൻ സ്റ്റൈലിലുള്ള നഗരമായിട്ട് ബ്രിട്ടൻ
മാറാനായിട്ട് തുടങ്ങുകയും അഗ്രിഗോളയുടെ ഈ പ്രോസസ്സിലൂടെ പൂർണ്ണമായിട്ടും ഒരു റോമനൈസേഷൻ ഇവിടെ നടപ്പിലാക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു. ഇമ്പാക്റ്റ് ഓഫ് റോമൻ കോൺക്വസ്റ്റ്, ഇമ്പാക്റ്റ് എന്നോ റിസൾട്ട് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. റോമൻ കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടൻ ഹാഡ് പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഓൺ ദി ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. Roman did not want to simply conquer the British island. They wanted to integrate it into the empire, and to do so they had to civilize the British. Britain had successfully become a functional province of the Roman Empire by the end of the 1st century. അപ്പോൾ ഇവിടെ നടക്കുന്നൊരു മാറ്റം എന്ന് പറയുന്നത്, പ്രകടമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്, ബ്രിട്ടൻസിൻ്റെ കൾച്ചറിനെ മാറ്റി എടുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ആദ്യ ലക്ഷ്യം. കാരണം സെയിം ആക്കി മാറ്റുക, ഈ ഐലൻഡ് പിടിച്ചെടുക്കുക, അവിടെ ഭരണം നടത്തുക, അതൊന്നല്ല അവരുടെ ഉദ്ദേശം. അവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇവർക്കൊരു എംപയർ ഉണ്ടാക്കണം. എംപയർ എന്ന് വെച്ചാൽ ഒരു സാമ്രാജ്യം, ഹോളി റോമൻ എംപയർ എന്ന് വിളിക്കാവുന്ന ഒരു എംപയർ ഉണ്ടാക്കണം. ആ എംപയറിൽ ഉള്ള ആളുകൾ സംസാരിക്കുന്ന രീതി, അവരുടെ ഭാഷ, അവരുടെ മതം, അവരുടെ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക്കൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആക്കി മാറ്റണം, ഒരു യൂണിറ്റ് കൊണ്ടുവരാനായിട്ട് പറ്റണം. ആ ഒരു എംപയർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻസിനെ സിവിലൈസ് ചെയ്ത് റോമൻ സിവിലൈസേഷൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമമാണ് റോമൻസ് നടത്തിയത്. The writings of Tacitus, one of the greatest Roman historians, deal much of the aspect of 1st century. Tacitus' biography of Agricola, the Roman governor, gives a detailed account of Roman invasion and its impact on British Isles. അപ്പോൾ ടാസിറ്റസ് എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ അഗ്രിഗോളയുടെ ജീവചരിത്രം എഴുതിയ ഒരു പുസ്തകം, ആ പുസ്തകത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു എങ്ങനെയാണ് റോമൻസ് ബ്രിട്ടനെ പിടിച്ചെടുത്തതും അതുപോലെ തന്നെ എന്തൊക്കെ ഇമ്പാക്റ്റാണ് അവർ മൂലം ബ്രിട്ടൻ്റെ ദ്വീപ് സമൂഹങ്ങളിൽ ഉണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ വിവരിക്കാൻ ശ്രമിക്കുന്നത്. Rome established their first colony on the British island at the site of Claudius' great victory, Camulodunum, now Colchester in Essex. Camulodunum served as Roman base and was constantly operated by experienced soldiers. It became the first capital of the Roman province and the center of Roman power on the island. അപ്പോൾ ആദ്യമായിട്ട് ഇവർ പിടിച്ചെടുത്തത് ഇന്നത്തെ ഇസെക്സ് എന്നറിയപ്പെടുന്ന കമലോണ്ടോണം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഇവർ പതുക്കെ ഇവരുടെ എക്സ്പാൻഷൻ നടത്തുന്നതും അത് പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു വലിയ വിഭാഗം സോൾജിയേഴ്സിനെ, അതും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സോൾജിയേഴ്സിനെ കൊണ്ടുവരികയും അത് റോമൻ പ്രൊവിൻസിൻ്റെ സെൻറ്ററായിട്ട് അറിയപ്പെടുകയും ബ്രിട്ടീഷ് ഐലൻഡിൽ റോമിൻ്റെ സെൻറ്റർ ഓഫ് പവർ എന്നുള്ള രീതിയിലും അവരുടെ പവർ എക്സിബിറ്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അവരുടെ പവർ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടത് മാറുകയും ചെയ്തു. എ ടെമ്പിൾ വാസ് ബിൽഡ് അറ്റ് ദി സൈറ്റ് ടു കൊമമറേറ്റ് ദ വിക്ടറി ഓഫ് Claudius over the barbarous native population. The military strength and the foundation of colony allowed for the introduction of Roman law and commencement of island's process of Romanization. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ക്ലാഡിയസ് കടന്നു വരുന്നു, ബാർബറോസ് എന്നറിയപ്പെടുന്ന അന്നത്തെ ഇംഗ്ലണ്ടിലെ നേറ്റീവ് ആയിട്ടുള്ള പോപ്പുലേഷനെ
ശക്തമായിട്ടുള്ള യുദ്ധത്തിലൂടെ തോൽപ്പിക്കുകയും ഇംഗ്ലണ്ടിൽ റോമൻ ലോയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഐൽസിൽ ഒരു റോമനൈസേഷൻ പ്രോസസ്സിനെ തുടക്കം കുറിക്കുകയും ചെയ്തു. The British people were subjected to Roman law through the writings of Tacitus. It is known that the Britons were encouraged to adopt their culture through participation in activities such as going to baths, wearing Roman style dress and speaking Latin. അപ്പോൾ റോമൻ ലോ ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്കിടയിൽ നടപ്പിലാക്കാൻ ക്ലാഡിയസിന് കഴിയുകയും ഒപ്പം തന്നെ പലരുടെയും റൈറ്റിങ്ങിലൂടെ ബ്രിട്ടോൺസിന് പുതിയ ചില കൾച്ചറൽ ചേഞ്ചസ് കൊണ്ടുവരാൻ ആരെ കൊണ്ട് സാധിച്ചു? റോമൻസിനെ കൊണ്ട് സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ബാത്ത് എന്ന് പറയുന്നത് ഒരു കോമൺ പ്രൊസീജിയർ ആക്കി മാറ്റുകയും അത് ബ്രിട്ടോൺസിന് കിട്ടുന്നത് ലാറ്റിൻ പീപ്പിളിൻ്റെ കയ്യിൽ നിന്നാണ്, അല്ലെങ്കിൽ റോമൻസിൻ്റെ കയ്യിൽ നിന്നാണ്. അതുപോലെ തന്നെ വെയറിങ് റോമൻ സ്റ്റൈൽ ഡ്രസ്, റോമൻസ് ധരിക്കുന്ന ഡ്രസ്സ് എന്താണോ അതേ രീതി തന്നെ ഇവിടെയും ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് റോമൻസ് സംസാരിക്കുന്ന ലാറ്റിൻ ഭാഷ ഇവർ കാര്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. Famous English historian Francis Haverfield, in his book Romanization of Roman Britain, argues that Roman culture was actively imposed upon most of the British population, resulting a hybrid culture named Romano-British. അപ്പോൾ ഒരു ഫ്രാൻസിസ് ഹാവർഫീൽഡ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം ആയിട്ടുള്ള റോമനൈസേഷൻ ഓഫ് റോമൻ ബ്രിട്ടൻ എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്, റോമൻ കൾച്ചർ ഫോഴ്സ്ഫുള്ളിയാണ്, അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്, ഇമ്പോസ് ചെയ്യാണ്, ബ്രിട്ടനിലെ ആളുകളുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. എന്നിട്ട് റിസൾട്ടിങ് എ ഹൈബ്രിഡ് കൾച്ചർ നെയ്മഡ് റൊമാനോ ബ്രിട്ടീഷ്, എന്നിട്ട് അതൊരു പുതിയ കൾച്ചറാക്കി മാറ്റിയെടുക്കുന്നു. അതിന് അവർ തന്നെ ഒരു പേരിടുന്നു, റൊമാനോ ബ്രിട്ടീഷ് കൾച്ചർ എന്ന രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്തെടുക്കുന്നു. ദ കൺസ്ട്രക്ഷൻ ഓഫ് റോമൻ സ്റ്റൈൽ വില്ല amongst the Celtic aristocracy received special attention. During the Roman period, British trade with the European continent developed considerably. Important items exported from the British island during the period were gold, silver, iron, cattle, wheat and hides. Hides means ആനിമൽ സ്കിൻ എന്നവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു മെച്ചം എന്ന് പറയുന്നത് റോമൻ കൺസ്ട്രക്ഷൻ രീതിയിലുള്ള വില്ലാസിൻ്റെയും ഹൗസുകളുടെയൊക്കെ ആർക്കിടെക്ചറൽ രീതി ഇംഗ്ലണ്ടിലെ ഒരു ഉയർന്ന ക്ലാസ് അല്ലെങ്കിൽ സെൽറ്റിക്സിനിടയിൽ തന്നെയുള്ള ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് നല്ലത് എന്ന് മനസ്സിലായപ്പോൾ അവരത് ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. ഒപ്പം തന്നെ റോമൻ പീരീഡിലാണ് ബ്രിട്ടനും റോമും തമ്മിൽ ഏറ്റവും മികച്ച കച്ചവട ബന്ധം നിലനിന്നിരുന്നതും ഒപ്പം ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്തിരുന്നത്. ബ്രിട്ടനിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിരുന്നതിൽ പ്രധാനപ്പെട്ട വസ്തുക്കളാണ്, ഒന്ന് ഗോൾഡാണ്, മറ്റൊന്ന് സിൽവറാണ്, പിന്നെ അയേൺ, കാറ്റിൽസ്, വീറ്റ് ആൻഡ് ഹൈഡ്സ്, ഗോതമ്പ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ മൃഗങ്ങളുടെ തോലുകൊണ്ടുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ തോലുകൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും കരകൗശല വസ്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ബ്രിട്ടൻ ഇമ്പോർട്ടഡ് ലക്ഷറി ഗുഡ്സ് സച്ച് ആസ് ബ്രേസ്ലെറ്റ്സ്, നെക്ലസ് ആൻഡ് ഗ്ലാസ് വെയർ. അപ്പോൾ മറ്റൊരു മെച്ചം കൂടി ഉണ്ടായി. ഒരു ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടിങ്ങോ എക്സ്പോർട്ടിങ്ങോ മാത്രമായിട്ട് ചെയ്യില്ലല്ലോ, രണ്ടും കൂടിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇംഗ്ലണ്ടിലുള്ള സാധനങ്ങൾ നല്ല വിലയ്ക്ക് റോമിലേക്ക് കയറ്റി അയക്കുകയും റോമിൽ നിന്ന് അതിലും വില കൂടിയ സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. സ്ലേവ്സ് എസെൻഷ്യൽ ടു ദി
enormous workforce for the Roman Empire were also exported to Rome. This lucrative trade network thrived the entire Roman era. അപ്പോൾ പ്രോഡക്റ്റുകൾ മാത്രമല്ല, ഒരു വലിയ വർക്കിംഗ് ഫോഴ്സ് ഉണ്ടാവണമെങ്കിൽ അടിമകളായിട്ടുള്ള ഒരുപാട് പേരെ ഒരു രാജ്യത്തിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നും കിട്ടുന്ന ആളുകളെ അടിമകൾ എന്ന പേരിൽ അങ്ങോട്ട് കൊണ്ടുപോകാനും അവരെ കൊണ്ട് റോമിൽ ജോലി ചെയ്യിക്കാനുള്ള ശ്രമമാണ് ആര് നടത്തിയത്? റോമൻസ് നടത്തിയത്. ക്രിസ്ത്യാനിറ്റി ഇൻ ബ്രിട്ടൻ ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ റോമൻ പീരീഡ്. അതൊരു വലിയ ബെനിഫിറ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതം, അതുവരെ മതമില്ലാതെ കണ്ണി കണ്ട മരങ്ങളെയും മറ്റ് പ്രകൃതിയിലെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മഴ, തീയ്, കാറ്റ് തുടങ്ങിയവയൊക്കെ ആരാധിച്ച് നടന്നിരുന്ന ഹീതൻസ് ആയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരികയും പുതിയൊരു വിശ്വാസ രീതി അവരിലേക്ക് അഡോപ്റ്റ് ചെയ്യാനും അത് കാരണമായി. ബിഫോർ ദ റോമൻ റൂൾ ദ നേറ്റീവ് ബ്രിട്ടൻസ് വേർ pagans. They believed in lot of different goods and spirits. But introduction of Christianity to the British Isles was one of the important effect of Roman domination. അപ്പോൾ ക്രിസ്ത്യാനിറ്റി കടന്നു വന്നതോടുകൂടി ബ്രിട്ടൻസിലെ പുതിയൊരു വിശ്വാസവും റോമൻ റൂളൊക്കെ കടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പുതിയ ദൈവത്തിലും പുതിയ വിശ്വാസത്തിലും പുതിയ ശക്തിയിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി. ഇൻട്രൊഡക്ഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ത് ചെയ്തു? വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഇഫക്റ്റ് ഓഫ് റോമൻ ഡോമിനേഷൻ. റോം കൊണ്ടുവന്ന മാറ്റങ്ങളിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് റോം അവതരിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നത് അവരുടെ ക്രിസ്ത്യാനിയുടെ കടന്നുവരവ് തന്നെയാണ്. റോമൻ കൺസ്ട്രക്ഷൻസ്. ബ്രിട്ടൻ ഹാഡ് നോ പ്രോപ്പർ റോഡ് ബിഫോർ ദ റോമൻസ്. There were only muddy tracks, so the Romans built new roads all across the landscape, over 16,000 kilometer length. Soldiers and carts used this cobbled road to travel between Manchester and Yorkshire. Later, some Roman roads converted into motorways and main roads. Bit of Roman road and still be seen even today. അപ്പോൾ ഇവർ വന്നതോട് കൂടിയിട്ടുണ്ടായ കൺസ്ട്രക്ഷൻ മേഖലയിലെ ഏറ്റവും വലിയ മാറ്റം, അതുവരെ മണ്ണൊക്കെ അടിച്ച് സാധാരണ ഒരു റോഡായിരുന്നുവെങ്കിൽ ഇവർ വന്നതിന് ശേഷം 1600 കിലോമീറ്റർ ലെങ്ത്തിൽ മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നഗരത്തെയും യോർക്ക്ഷയർ എന്ന് പറയുന്ന മറ്റൊരു കൗണ്ടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള റോഡ് കല്ലുകൾ ഉപയോഗിച്ച് പണിത് തീർക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പണിത് തീർത്തപ്പോൾ ഉണ്ടായ മെച്ചം എന്താ? ഈ രണ്ടും തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ എത്തിച്ചേരാനുള്ള സമയത്തിൽ വ്യത്യാസം വരികയും ട്രേഡ് കൂടുതൽ കാര്യക്ഷമമാവുകയും ചെയ്തു. ഇതിലും പല റോഡുകളും ഇന്നും ഉപയോഗത്തിലിരിക്കുന്നു അല്ലെങ്കിൽ പ്രചാരത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ആ റോഡുകളുടെ ശക്തി. ഓഫ് ഓൾ ദ റോമൻ റിമൈൻസ് ഇൻ ബ്രിട്ടൻ, ഹാഡ്രിയൻസ് വാൾ ഈസ് മോസ്റ്റ് ഫേമസ്. ഇൻ 122, Roman Emperor Hadrian ordered to build a wall to protect the province from the Picts and Scots of the northern region. അപ്പോൾ ഹാഡ്രിയൻ വാൾ എന്ന പേരിൽ ഒരു വാള് നിർമ്മിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് റോമൻ റിമൈൻസിന് അല്ലെങ്കിൽ റോമൻ്റെ അധീനതയിലുള്ള സ്ഥലങ്ങളെ മുഴുവൻ അവരുടെ കീഴിൽ തന്നെ നിലനിർത്തുന്നതിനും സ്കോട്ട്ലൻഡിൻ്റെ ഭാഗത്തു നിന്നോ നോർത്തേൺ റീജിയൻ്റെ ഭാഗത്തു നിന്നോ ഒരു അറ്റാക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു ഫോർട്ട് നിർമ്മിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. ദ വാൾ റാൻ ഫോർ 118 kilometers from Wallsend and on the river Tyne into the east to Bowens on
the Solway Firth in the west. Another important wall was Antony Wall, built by Hadrian's successor Antonimus Pius in Scotland in 140, stretched for 59 kilometers length. അപ്പോൾ ഹഡ്രിയാൻസ് വാൾ കൂടാതെ, ഹഡ്രിയാൻസ് വാൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, അന്നത്തെ എംപറർ ആയിരുന്ന ഹഡ്രിയാൻ എന്ന് പറയുന്ന വ്യക്തി 122 ഒരു റോഡ് പണിയാനായിട്ട് തീരുമാനിക്കുന്നു. സ്കോട്ട്സിനെയും പിഗ്സിനെയും ഒരുമിച്ച് ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നോർത്തേൺ റീജിയനിൽ പുതിയൊരു വാൾ പണിയുന്നു. അതിന് ഹഡ്രിയാൻസ് വാൾ എന്ന പേരിടുന്നു. അതിനുശേഷം വന്ന വ്യക്തി അടുത്തൊരു വാൾ പണിയുന്നു. ആൻ്റണി വാൾ എന്ന് പറയുന്ന ഒരു വാൾ പണിയാൻ തയ്യാറാകുന്നു. അതും ഇംഗ്ലണ്ടിനെയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെയും തമ്മിൽ കൂട്ടിബന്ധിപ്പിക്കുന്നതിന് വേണ്ടി റിവർ ടൈൻ എന്ന് പറയുന്ന നദിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. പക്ഷേ അത് വെറും 140 സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിലും 59 കിലോമീറ്റർ ആയിരുന്നു അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇനിയുള്ളത് ഇമ്പാക്റ്റ് ഓൺ ലാംഗ്വേജ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ക്ലാസ്സിൽ ഈ 3 ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് വൺ അഗ്രിഗോളാസ് റീഫോം. അത് വളരെ കൃത്യമായിട്ട് നോക്കുക. ആൾ കൊണ്ടുവന്ന പാക്സ് റൊമാന, പ്രൈസ് റിഡക്ഷൻ, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കാര്യത്തിൽ വാർഫെയറിനേക്കാൾ വേണ്ടത് പാക്സ് റൊമാനയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവ്, അതുപോലെ തന്നെ അദ്ദേഹം ആ രാജ്യത്ത് എങ്ങനെ സമാധാനം നിലനിർത്തിയെന്നും, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ റോമനൈസേഷൻ പ്രോസസ്സ് ഇംഗ്ലണ്ടിൽ എത്രത്തോളം സക്സസ്ഫുള്ളായി എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അഗ്രിഗോളയുടെ ഭാഗത്ത് കണ്ടത്. അതിനുശേഷം ഇമ്പാക്റ്റ് ഓഫ് റോമൻ കോൺക്വസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്തു. റോമൻ റൂള് വഴി ഒരു റോമനൈസേഷൻ പ്രോസസ്സ് നടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ചരിത്രകാരന്മാരും അവരുടെ പുസ്തകത്തിൽ ഇവരുടെ ഈ റോമനൈസേഷൻ പ്രോസസ്സ് എങ്ങനെ നടന്നു എന്നുള്ളതും അതിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത്, മെയിനായിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ വന്ന മാറ്റങ്ങൾ, ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് ഉൾപ്പെടുന്ന ട്രേഡിംഗ് മേഖലയിലുണ്ടായ സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ, അതുകൂടാതെ തന്നെ അവരുടെ വില്ലാസിൻ്റെ സ്റ്റൈലിലായാലും, ഒപ്പം തന്നെ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ റൊമാനോ ബ്രിട്ടീഷ് എന്ന പേരിൽ ഒരു പുതിയ സാംസ്കാരിക രീതി ഉണ്ടാക്കിയെടുക്കാൻ കാരണമായി എന്നുള്ളതും റോമൻസിൻ്റെ ഇൻവേഷൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ്. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ദി അഡ്വെൻറ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളതാണ്. ക്രിസ്ത്യാനിറ്റി ലോകത്തിൽ സ്പ്രെഡാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് അവർക്ക് കടന്നു വരാനുള്ള ഇന്ത്യയിലേക്കല്ല, ബ്രിട്ടനിലേക്ക് ക്രിസ്ത്യാനിറ്റിക്ക് കടന്നു വരാനുള്ള വലിയൊരു വാതിൽ സാധ്യതയാണ് അവിടെ തുറന്നു കിട്ടിയത്. റോമൻ കൺസ്ട്രക്ഷൻസ് 2 നമ്മൾ പറഞ്ഞു, ഹഡ്രിയാൻസ് വാളും പറഞ്ഞു, ആൻ്റോണിയൻ വാളും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.